എല്ലാവർക്കും നമസ്കാരം. മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം ഈ പ്രാർത്ഥനകൾ എങ്ങനെയായിരിക്കണം. അതെ, പ്രാർത്ഥന പ്രകർഷേണ ധ്യാനിക്കുന്നതാണ് പ്രാർത്ഥന. പ്രാർത്ഥനകൾ ബിംബങ്ങളിൽ പ്രാർത്ഥിക്കാം, ചിത്രങ്ങളിൽ പ്രാർത്ഥിക്കാം, അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ട്. ഇനി അതുമല്ല എങ്കിൽ മനസ്സിൽ തന്നെ പ്രാർത്ഥിക്കാം. അങ്ങനെ നിരവധി പ്രാർത്ഥനകളുണ്ട്. എന്തുകൊണ്ടാണ് പ്രാർത്ഥനകൾക്ക് ഫലം കിട്ടാതെ വരുന്നത്? തീർച്ചയായിട്ടും പ്രകർഷേണ ധ്യാനിക്കുന്ന ഏത് പ്രാർത്ഥനയ്ക്കും ഫലം കിട്ടേണ്ടതുണ്ട്. പക്ഷെ കിട്ടാതെ പോകുന്നത് അതിൻ്റെ പിന്നിലുള്ള ചില തത്വങ്ങൾ നമ്മൾ അറിയണമെന്ന് മാത്രം. ഇന്ന് നമുക്കറിയാം, നമ്മുടെ മഹാക്ഷേത്രങ്ങളിലൊക്കെ ദേവാലയങ്ങളിലൊക്കെ നിരവധി ആൾക്കാർ പോകാറുണ്ട്. അതിനുവേണ്ടി മണിക്കൂറുകൾ ചെലവഴിക്കാറുണ്ട്, കരഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷേ ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും ദുരിതങ്ങൾ ഒഴിയുന്നില്ല. അത് കൂടിക്കൂടിയാണ് വരുന്നത്. അപ്പോൾ നമ്മളെന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പം അതിന് ഫലം കൂടെ കിട്ടാനാണല്ലോ പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ ആയുസ്സിനും ആരോഗ്യത്തിനും അല്ലെങ്കിൽ സമ്പത്തിനും മനസ്സമാധാനത്തിനും ഒക്കെയാണ് പ്രാർത്ഥിക്കുന്നത്. പക്ഷെ ഇതൊക്കെ ചെയ്തിട്ടും എന്തുകൊണ്ട് ഫലം കിട്ടുന്നില്ല എന്ന് ചോദിച്ചാൽ അതിനൊരൊറ്റ ഉത്തരവേ ഉള്ളൂ. എന്താണ് നമ്മൾ ചെയ്തതെന്ന് അറിയില്ല. നമുക്ക് മുമ്പേ നടന്നു പോയവർ പറഞ്ഞു തന്ന ചില കാര്യങ്ങൾ അനുഷ്ഠിച്ചു പോയി. പക്ഷെ അതിൻ്റെ പിന്നെ സയൻസ് അറിയുമ്പോഴാണ് 100% നമുക്ക് എന്തെങ്കിലുമൊക്കെ പരിവർത്തനം, ട്രാൻസ്ഫർമേഷൻ പ്രാർത്ഥനയോടെ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് ബഹുഭൂരിപക്ഷം വരുന്ന ജനസംഖ്യയും ഏതെങ്കിലും വിധത്തിലുള്ള വിശ്വാസങ്ങളിലൂടെയും പ്രാർത്ഥിക്കുന്നവരൊക്കെ തന്നെയാണ്. ഇന്ന് നമുക്ക് അതിൻ്റെ സയൻസ് ഒന്ന് മനസ്സിലാക്കാം. ഇത് മനസ്സിലാക്കി ഇനി മുതൽ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച് നോക്കൂ. തീർച്ചയായിട്ടും അതിൻ്റെ ഫലം കിട്ടും എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ വീഡിയോ മുഴുവനായി കാണുക. ഓർക്കുക, നമ്മുടെ മനസ്സിൻ്റെ ഭാവം അത് ഏത് തരത്തിലുള്ളതാണോ അതിനെ പ്രോജ്വലിപ്പിക്കുമ്പോഴാണ് അതിന് സമാനമായ അനുഭവങ്ങൾ നമ്മളിലേക്ക് വരിക. അതുകൊണ്ടാണ് ബിംബങ്ങളിലൊക്കെ പ്രാർത്ഥിക്കുന്നത്. ബിംബം എന്ന് പറഞ്ഞാൽ എന്താ? ബിംബിപ്പിക്കുന്നത്, പ്രതിഫലിപ്പിക്കുന്നത്. നിങ്ങൾ എന്താണോ ബിംബത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കുന്നത് അത് തന്നെയാണ് പ്രതിഫലിക്കുന്നത്. ആ പ്രാർത്ഥന സങ്കടത്തോടെയാണേലും അതിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നു. അതുകൊണ്ടാണ് ബിംബങ്ങളിൽ എപ്പോഴും ഐശ്വര്യപൂർണമായ അലങ്കാരങ്ങളൊക്കെ ചേർത്താണ്. ദേവാലയങ്ങളിലേക്ക് വരുമ്പോൾ നല്ല ശബ്ദവീചികളുള്ള പാട്ടുകളായിക്കോട്ടെ, പ്രാർത്ഥനകളായിക്കോട്ടെ, ഒപ്പം നല്ല സ്മെല്ല്, മണം, ഇതെല്ലാം തന്നെ നമ്മുടെ മനസ്സിൻ്റെ ഏകാഗ്രതയിലേക്കും ഐശ്വര്യത്തിലേക്കും എനർജിയെ ഉയർത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് വ്യാകുല ചിത്രമായിട്ട് വരുന്നവർക്കും ക്ഷേത്രങ്ങളിലൊക്കെ വരുമ്പോൾ കുറച്ച് ആശ്വാസം കിട്ടും. അപ്പം പ്രാർത്ഥനകൾ എങ്ങനെയാണ്? നമ്മുടെ മനസ്സിൻ്റെ ഭാവം അനുസരിച്ച്, അത് ഏത് ഭാവത്തിലാണോ നിങ്ങൾ എന്തിനെ കാക്ഷിക്കുന്നോ അത് നമ്മളിലേക്ക് വരുന്നു എങ്കിൽ അത് സന്തോഷത്തോടെ ആകണം, കരഞ്ഞുകൊണ്ടല്ല. നമുക്ക് പലപ്പോഴും നിരവധി ഇമോഷൻസ് ഉള്ളവരാണ് മനുഷ്യരല്ലേ. 2 ഇമോഷനാണ് മനുഷ്യൻ ഏറ്റവും പ്രധാനമായിട്ട് ഉള്ളത്. ഒന്ന് സങ്കടവും മറ്റൊന്ന് സന്തോഷവും. അപ്പം പ്രാർത്ഥിപ്പിക്കുമ്പോൾ, ബിംബങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ സന്തോഷത്തോടെ കൂടിയായിരിക്കണം. നമുക്ക് ഇത്രയും നാൾ ലഭിച്ചതിന് അതിനുള്ള സന്തോഷം നന്ദി പറഞ്ഞുകൊണ്ടാണ് എങ്കിൽ തീർച്ചയായിട്ടും സന്തോഷത്തിലുള്ള അവസരങ്ങളിലെ തിരികെ വരുള്ളൂ. നമ്മുടെ ഇല്ലായ്മകളും വല്ലായ്മകളും ഒക്കെ പരിഹരിക്കണേ, അത് നേടിത്തരണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള ദൃഷ്ടി എന്താണോ, യഥാദൃഷ്ടി തഥാസൃഷ്ടി, ആ ദൃഷ്ടിയിൽ നിങ്ങൾ സങ്കടവും പ്രശ്നങ്ങളും ദുരിതങ്ങളും വേവലാതികളും, ഇനി രോഗം മാറ്റാനാണ് രോഗത്തെപ്പറ്റിയുള്ള ചിന്തിച്ചുകൊണ്ടാണ് മാറ്റണേ എന്ന് പറയുന്നത്. അങ്ങോട്ട് തീർച്ചയായിട്ടും രോഗം മാറില്ല, അത് വർദ്ധിച്ച് വരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ആരോഗ്യകരമായ ഒരു അവസ്ഥയെ സംബന്ധിച്ച് വേണം, അത് ലഭിച്ചതായിട്ട് ഇത്രയും നാൾ ആരോഗ്യം തന്നതിന് നന്ദി പറയുമ്പോൾ കണ്ണിൽ നിന്നും സന്തോഷ അശ്രുക്കൾ വരുമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ പ്രാർത്ഥനയുടെ ഫലം പോസിറ്റീവായി കിട്ടുന്നു എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ ഇതൊന്നും അറിയാതെ ഏതോ ഒരു ശക്തി നമ്മുടെ വാക്കെല്ലാം കേൾക്കുന്നുണ്ടല്ലോ, എന്നെ കാണുന്നുണ്ടല്ലോ എന്നുള്ള വിശ്വാസമാണ് അന്ധവിശ്വാസമായിട്ട് വരുന്നത്. ഇതെല്ലാം തന്നെ ഇങ്ങനെ ആരാധനാനുഷ്ഠാനങ്ങളെല്ലാം പിന്നിൽ നമ്മൾ വേണ്ട വിധം അത് അറിഞ്ഞ് കൈകാര്യം ചെയ്യാത്തത് കൊണ്ടുള്ള കുഴപ്പങ്ങളാണ്. അല്ലാതെ ശക്തിയില്ലാഞ്ഞിട്ടല്ല. ശക്തി എല്ലായിടത്തും അടങ്ങിയിട്ടുണ്ട്. ആ ശക്തിയെ ഒരു കേന്ദ്രത്തിലേക്ക് ഏകാഗ്രമായിട്ട് പ്രകർഷേണ പ്രതിബിംബിക്കുമ്പോഴാണ് പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടാകുന്നത്. അപ്പം പറഞ്ഞു വരുന്നത് പ്രാർത്ഥനകളെല്ലാം സന്തോഷത്തോടെ ആയിരിക്കണം, ലഭിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ടാണ്. ഇന്നിപ്പോൾ ഈ ക്ഷേത്രങ്ങളിലോട്ട് നോക്കി അറിയാൻ സാധിക്കും, ഒരുപാട് ലക്ഷക്കണക്കിന് ഭക്തർ വന്നു പോകുന്ന മഹാക്ഷേത്രങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ എല്ലാം മുഖത്ത് പ്രസാദമുള്ളവരല്ലല്ലോ. അതൊരു 5% ഒരുപക്ഷെ മുഖപ്രസാദത്തോടുകൂടി പ്രാർത്ഥിക്കുന്നു. ലഭിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് അതിനായിരിക്കണം
ദേവാലയങ്ങളിലെത്തും. അപ്പോഴോ നിങ്ങൾ ചോദിച്ചതിൻ്റെ ഇരട്ടിയുള്ള സൗഭാഗ്യങ്ങൾ ചുറ്റിനും വന്നു ചേരുന്നു എന്നുള്ളതാണ്. ഇതൊന്നും അറിഞ്ഞുകൊണ്ടല്ല പലപ്പോഴും നമ്മൾ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ചെയ്തു പോരും. വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. മറ്റൊന്ന്, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങോട്ട് കൊടുക്കുന്ന, പ്രപഞ്ചത്തിലേക്ക് കൊടുക്കുന്നൊരു സജഷനാണ്. അത് തിരികെ ലഭിക്കണമെങ്കിൽ അവിടെ നിന്നൊരു പ്രകമ്പനം, പ്രതിബിംബം തിരിച്ച് വരണം, ഒരു ചലനം ഉണ്ടാകണം. സാധാരണ ബിംബങ്ങളിലൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന തന്നെയാണ് തിരിച്ച് പ്രതിബിംബിക്കുന്നത്. നമുക്കറിയാമല്ലോ, നിങ്ങളുടെ വീട്ടിൽ ഒരു നല്ല കാര്യം നടക്കുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ നല്ല കാര്യം നടക്കുമ്പോൾ മാതാവിനെയും പിതാവിനെയും ഗുരുവിനെയൊക്കെ പോയി നമ്മൾ അനുഗ്രഹം തേടാറുണ്ട്. അപ്പോൾ അവരെന്ത് തിരിച്ചു പറയും? അനുഗ്രഹം പറയുന്നുണ്ട് വാക്കുകൊണ്ട്. അതാണ് നിങ്ങൾ ശ്രവിക്കുന്നത്. ആ ശ്രവിക്കുന്നതാണ് പ്രാർത്ഥനയ്ക്ക് ആ റൊട്ടേഷൻ കറക്റ്റാകുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടൊന്ന് കൊടുത്താൽ തിരികെയും അത് ലഭിച്ചതായിട്ട് നിങ്ങൾക്ക് നൽകുന്നതായിട്ട് ഒരാൾ പറയാൻ വേണം. മാതാവും പിതാവും ഗുരുവൊക്കെ ഉണ്ടെങ്കിൽ അവർ നേരിട്ട് പറയും. അതല്ലെങ്കിലോ അവരുടെ ചിത്രങ്ങളിൽ നോക്കി നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും അവർ പറയുന്നതായിട്ട് നമ്മൾ സങ്കല്പിക്കാറില്ലേ? ഇതേപോലെ ബിംബങ്ങളിൽ, ക്ഷേത്രങ്ങളിൽ, ഏത് ദേവാലയങ്ങളും പ്രാർത്ഥിക്കുമ്പോൾ അങ്ങോട്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ സന്തോഷത്തോടെ സമർപ്പിച്ചാൽ അത് തിരികെ ലഭിക്കുന്നതായിട്ട്, അവിടെ നിന്നും ആ ശക്തി നിങ്ങളോട് പറയുന്നതായിട്ട്, അനുഗ്രഹിക്കുന്നതായിട്ട് തിരികെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ പറയണം. അതിനെയാണ് തഥാസ്തു എന്ന് പറയുന്നത്. നീ എന്ത് ചിന്തിക്കുന്നു അത് തന്നെ സംഭവിക്കട്ടെ എന്നുള്ളതാണ്. ആമേൻ, ഇൻഷാ അല്ലാ എന്നൊക്കെ പറയാറില്ലേ? ഇതെല്ലാം നമ്മൾ ഏത് ഭാവത്തിൽ കൊടുക്കുന്നു അത് അങ്ങോട്ട് കൊടുത്താൽ മാത്രം പോരാ, തിരികെ നിന്നിലത് സംഭവിക്കട്ടെ, എൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ നമ്മൾ തന്നെ ഒരാവർത്തി ഓർക്കുമ്പോഴാണ്, സന്തോഷത്തോടെ മുഖം വെച്ചുകൊണ്ട് തിരികെ പ്രസാദാത്മകമായിട്ട് സ്വീകരിക്കുമ്പോഴാണ് പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടാകും. ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ച് ചെയ്താൽ തീർച്ചയായിട്ടും പ്രാർത്ഥനകൾക്ക് ഫലമുണ്ടാകും. അല്ലെങ്കിൽ കുടം കമത്തി വെക്കുന്നതിനൊക്കെ വെള്ളം ഒഴിക്കുക, വീണ്ടും വീണ്ടും വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുക, ഫലമൊന്നും കിട്ടാതെ വരും. അതുകൊണ്ടാണ് കാലങ്ങളായിട്ട് പല വിധത്തിലുള്ള പ്രാർത്ഥനകൾ നടത്തിയിട്ടും നമുക്ക് ഫലം കിട്ടാതെ വരും. അപ്പോൾ ഇന്ന് തൊട്ട് ഇത്തരത്തിലൊരു വ്യതിയാനം വരുത്തി നോക്കിയേ, തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഫലമുണ്ടാകും. ഒന്നുകൂടെ പറയാം, സങ്കടത്തോടു കൂടി ആയിരിക്കരുത് പ്രാർത്ഥിക്കേണ്ടത്. അത് ബിംബത്തിലാണേലും അല്ലാതെ സന്തോഷത്തോടു കൂടി ലഭിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, തിരികെ അത് അങ്ങനെ തന്നെ ഭവിക്കട്ടെ എന്നുള്ള തിരിച്ചുള്ള ഒരു സംസാരവും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. ആര്? ഭഗവാൻ തിരിച്ചു പറയുന്നതായിട്ട്. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന എല്ലാം കാണുന്നുണ്ടല്ലോ ഭഗവാൻ, നോക്കിക്കൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്തോളും എന്ന് വിചാരിച്ച് വഴിപാടും പൂജയും നടത്തിയിട്ട് കാര്യമില്ല, ഭഗവാന് കൈക്കൂലി കൊടുത്തിട്ടും കാര്യമില്ല. നിങ്ങളുടെ മനസ്സിൽ നിന്ന് സന്തോഷത്തോടെ സമർപ്പിക്കുക. അത് 1 രൂപയാണേലും ഒരു തുളസിക്കതിരാണേലും ഹൃദയത്തിൽ നിന്ന് സമർപ്പിക്കുന്നതാണ് ദക്ഷിണ. അതിൽ നിന്ന് ഫലം തീർച്ചയായിട്ടും ലഭിക്കും. അല്ലാതെ നമ്മൾ കെട്ടുകണക്കിന് പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഭഗവാൻ ഒരിക്കലും ഈ പൈസയുടെ വാല്യൂ അല്ല നോക്കുന്നത്, നിങ്ങളുടെ സമർപ്പണത്തെ ബുദ്ധിയാണ്. അതുകൊണ്ട് എന്തെങ്കിലും വെറും കൈയോടെ പോകരുത്, കയ്യിൽ എന്തെങ്കിലും കരുതണം. ദേവാലയങ്ങളിൽ പോകുമ്പോൾ അത് സമർപ്പിക്കണം. സമർപ്പിക്കുന്ന ഹൃദയത്തിൽ നിന്നായിരിക്കണം. മാതാപിതാക്കളെ കാണാൻ പോകുമ്പോഴും ഗുരുക്കന്മാരെ കാണാൻ പോകുമ്പോഴും ദേവാലയങ്ങളിൽ പോകുമ്പോഴും എന്തെങ്കിലും മനസ്സുകൊണ്ട് സമർപ്പിച്ചുകൊണ്ട് ആണ് അനുഗ്രഹം തേടുന്നതെങ്കിൽ തീർച്ചയായിട്ടും പ്രാർത്ഥനകൾക്കൊക്കെ ഫലമുണ്ടാകുന്നു എന്നുള്ളതാണ്. ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.